എതിർഭാഗത്തു നിന്ന് ഇരുകൂട്ടരും അവരുടെ പാർട്ടി നേതാക്കളെ അടർത്തിയെടുത്ത് മത്സരിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ പി.കെ. ശശിയെ പോലെ ഒരാളെ നമുക്കറിയാം. പി.കെ. ശശി കഴിഞ്ഞ ദിവസം KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. അതോടുകൂടി പി.കെ. ശശി കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ UDF-ലേക്ക് വരുന്നു, അദ്ദേഹം മത്സരിക്കാൻ പോകുന്നു എന്നുള്ള അഭ്യൂഹം ശക്തമാണ്. പക്ഷേ പി.കെ. ശശിയെ സ്ഥാനാർത്ഥിയാക്കുക എന്ന് പറയുന്നത് UDF-നെ സംബന്ധിച്ച് ഒട്ടും അഭികാമ്യമായ കാര്യമായി തോന്നുന്നില്ല. രാഹുൽ മാങ്കുടത്തെ പോലെയുള്ള ആളുകളെ ലൈംഗികാരോപണങ്ങളുടെ പേരിൽ മാറ്റി നിർത്തിയിട്ട് വളരെയേറെ ലൈംഗികാരോപണം ഉന്നയിക്കപ്പെടുകയും UDF തന്നെ വളരെ ശക്തമായിട്ട് ആരോപണം ഉന്നയിക്കുകയും പാർട്ടി തന്നെ CPM തന്നെ അന്വേഷിക്കുകയും നടപടിയെടുക്കുകയൊക്കെ ചെയ്ത പി.കെ. ശശിയെ UDF സ്ഥാനാർത്ഥിയാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്തിയതിന് യാതൊരു ന്യായമില്ലാതാവും. അത് തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെയും കോൺഗ്രസ് നേതാക്കളുടെയും ഒക്കെ വിശ്വാസം നഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് പി.കെ. ശശിയെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ള ഒരു അബദ്ധം കോൺഗ്രസ് നേതാക്കൾ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇക്കാര്യത്തിൽ കടുത്ത നിലപാടുള്ള രമേശ് ചെന്നിത്തലയും VD സതീശനുമൊക്കെ ആ പാർട്ടിയുടെ തലപ്പത്തുള്ളപ്പോൾ അതുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഭൗമികാമുകന്മാർ രണ്ട് ഭാഗത്തുനിന്നും ഇപ്പോഴും ഇരു മുന്നണികളിലേക്കും മാറി അവരുടെ ഭാഗ്യപരീക്ഷണങ്ങൾക്ക് ഒരുങ്ങുന്നു എന്നുള്ള രസകരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.